പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 16 ഹല്ലേലൂയ സ്തോത്രം ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നമുക്ക് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ജീവനുള്ള ഒരു ദേശത്ത് വീണ്ടും നമുക്ക് ജീവനോടിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, നമ്മുടെ പിതാവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ സൃഷ്ടികർത്താവിനെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, നമ്മളെ മറ്റാരേക്കാളും അധികമായി സ്നേഹിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്തു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ആ മുഖത്തേക്ക് നോക്കുന്നവരെ പ്രകാശിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ യാത്രകളിൽ അങ്ങ് കൂടെയിരുന്നു, ഞങ്ങളെ അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. പോയ രാത്രി നല്ലവണ്ണം ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. നല്ല ഉറക്കം തന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന, ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു ദൈവകൃപയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം ആമേൻ ആമേൻ, സങ്കീർത്തനം അതിൻ്റെ 44 സങ്കീർത്തനത്തിൻ്റെ 6, 7, 8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. കർത്താവ് അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ഞങ്ങളെ പകച്ചവരെ കർത്താവ് ലജ്ജിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തെ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിൽ എന്നും സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലാണെങ്കിലും ഞങ്ങൾ ആത്മാവിൽ ഒരു മനസ്സോടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ലോകമെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇന്നത്തെ മീറ്റിങ്ങുകളിൽ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ മാനസാന്തരത്തിനും അനേകരുടെ രക്ഷയ്ക്കും ഇന്നത്തെ മീറ്റിംഗ് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് കൂടി വരുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. സഭാ ഹോളുകളെ യേശുവിൻ്റെ രക്തത്താൽ മറയ്ക്കുന്നു. ദൂതന്മാരെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവിൻ്റെ വലിയ സമാധാനം ഇന്നത്തെ സഭായോഗങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ഗിഡിനെസ് പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. ദൈവകൃപ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ ഡൈജഷൻ പ്രോബ്ലംസും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ആമേൻ. എല്ലാ ആന്തരിക അവയവങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നോർമലി ഫങ്ഷൻ ചെയ്യട്ടെ. ആമേൻ. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരിലേക്ക് ദൈവിക ആരോഗ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം വ്യാപരിക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളുടെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ ദൈവികാത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ എക്സാം നടക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവരെ ഓർക്കുന്നു. എക്സാംസ് ഉള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും, എല്ലാ ക്ലാസ്സുകാരെയും, പ്രത്യേകിച്ച് 10th and 12th ഗ്രേഡേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.
അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി നടക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ കേട്ടതുപോലെ സഭായോഗത്തെ നിങ്ങൾ മുടക്കരുത്. കൂടി വരുന്നിടത്ത് ഭയങ്കര ദൈവിക അനുഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ സഭായോഗം ആകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കണം. അതുപോലെ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ്. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. ഇന്നേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നേ നിങ്ങൾ അത് മറ്റുള്ളവരോട് സംസാരിക്കണം. അതൊക്കെ ദൈവവേലയ്ക്ക് നിങ്ങൾ കൈത്താങ്ങ് കൊടുക്കുന്നതിന് കാരണമായി തീരും. കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മൾ കൈത്താങ്ങ് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അപ്പോൾ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ കൈത്താങ്ങ് തരുന്നതിന് തുല്യമാകും. മറ്റുള്ളവരോട് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേക പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1 Peter chapter number 5 verse 5, 5:5, 1 പത്രോസ് 5:5. ആവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കർത്താവ് കൃപ നൽകുന്നു. സ്തോത്രം. വളരെ മനോഹരമായ വാക്യമാണ്. അതായത് ഇളയവരെ, അതായത് യങ്ങർ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ളവർക്കും നമ്മളെ കർത്താവ് നമുക്ക് മുകളിൽ ആക്കി വെച്ചിരിക്കുന്നവർക്കും ഒക്കെ നമ്മൾ എന്തിരിക്കണം? നമ്മൾ കീഴടങ്ങിയിരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആമേൻ. ഈ കാലഘട്ടത്തിൽ ആ ഒരു രീതി മാറിപ്പോയി. ആരും താന്നു നിൽക്കാനും താന്നിരിക്കാനും ഒന്നും ആരും തയ്യാറാകത്തില്ല. എന്നാൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ് നമ്മൾ കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു അടയാളമായിരിക്കണം താഴ്മ എന്ന് പറയുന്നത്. ആമേൻ. തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ച് കൊള്ളുവീൻ. താഴ്മ ഒരു വസ്ത്രം പോലെ ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകത്തും താഴ്മയുണ്ടാകണം, പുറത്തും താഴ്മയുണ്ടാകണം. അകത്ത് താഴ്മയുണ്ടാകുമ്പോൾ പുറത്ത് ആ താഴ്മ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ ചിലരുടെ ജീവിതത്തിൽ പുറത്ത് ഭയങ്കരമായിട്ട് ഷോ ഓഫാണ് താഴ്മ. അതല്ല, നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടാകണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പുറത്ത് വെളിപ്പെട്ട് വരും. താഴ്മ ധരിച്ചു കൊള്ളുവീൻ. എന്നിട്ട് അടുത്ത വാക്യം പറയാം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എനിക്കെൻ്റെ വില്ലിലോ അല്ലെങ്കിൽ എനിക്കെൻ്റെ കഴിവിലൊന്നിലും ആശ്രയിക്കാൻ കഴിയത്തില്ല. എൻ്റെ ദൈവമായി എന്നെ ഉയർത്തുന്നത്, എൻ്റെ ദൈവമായി എന്നെ മാനിക്കുന്നത്, എൻ്റെ ദൈവമായി എന്നെ അത്ഭുതമായി നടത്തുന്നത്. ഇത് നമ്മുടെയും സാക്ഷ്യമായിരിക്കണം. ആ ഒരു ബോധ്യം ഒരാൾക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് താഴ്മയുണ്ടാകും. താഴ്മ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൃപ ലഭിക്കും. എന്നാൽ ഇല്ല, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ അധ്വാനമാണ്, ഞാൻ അധികാരത്തെ എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നൊരുവന് തോന്നുമ്പോൾ അത് അവൻ്റെ ശക്തിയിലും അവൻ്റെ പ്രവൃത്തിയിലും ആശ്രയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവനിൽ നിന്ന് എന്ത് മാറിപ്പോവും? കൃപ മാറിപ്പോവും. എന്നാൽ അല്ല കർത്താവേ, നിൻ്റെ കൃപയാ എന്നെ ഇവിടം വരെ എത്തിച്ചത്. അങ്ങയുടെ കൃപയാലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. കർത്താവേ, അങ്ങാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ഒരാൾക്ക് ബോധ്യം വരുമ്പോൾ ഓർത്തോണം, ആ വ്യക്തിയിൽ എന്ത് പ്രവർത്തിക്കും? ദൈവത്തിൻ്റെ കൃപ അസാധാരണമായി പ്രവർത്തിക്കുവാൻ ഇടവരും. ആമേൻ. സദൃശവാക്യം 3:34 പറഞ്ഞു, പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ കർത്താവ് കൃപ നൽകുന്നു. മറ്റുള്ളവരെ പരിഹസിക്കുന്നവരെ ദൈവവും പരിഹസിക്കും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് പരിഹാസം. മറ്റുള്ളവരെ, ദൈവദാസന്മാരെ പരിഹസിക്കുക, ദൈവമക്കളെ പരിഹസിക്കുക, ആരാധന രീതികളെ പരിഹസിക്കുക. ഒരു കാര്യം ഓർത്തു, പരിഹസിക്കുന്നവരിന്ന് പരിഹസിച്ചോട്ടെ, അവരെ ദൈവം പരിഹസിക്കും. എന്നാൽ എളിയവർക്കോ, ഹല്ലേലൂയ, താഴ്മയുള്ളവർക്കോ ദൈവം എന്ത് ചെയ്യും? കൃപ നൽകുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം എങ്ങനെ ചെയ്യും? നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. താഴ്മയുള്ളവർക്ക് കർത്താവ് എന്നാ ചെയ്യും? കൃപ നൽകും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേക ഗ്രേസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്പെഷ്യലി കർത്താവ് ഓഫർ. എന്ത് ചെയ്യണം? അഹങ്കാരം ഉണ്ടാകരുത്, താഴ്മയുള്ളവരായിരിക്കണം, കീഴടങ്ങിയിരിക്കാൻ പഠിക്കണം. ആമേൻ. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും താഴ്മയുള്ളവരായി തീരട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്.
കീഴ്പ്പെട്ടിരിക്കുന്നവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്പെഷ്യൽ ഗ്രേസ് അനുഭവിക്കുന്നവരായി തീരട്ടെ. കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് അനുഭവിക്കുന്നവരായി തീരട്ടെ. ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.